വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് താഴെ പോയി, കുഴപ്പമില്ല. അടുത്തൊരു അൺബോക്സിംഗ് ആണ്. രണ്ട് നമ്മുടെ ഡൈകാസ്റ്റ് അടിപൊളി സൂപ്പർ സാധനം. അപ്പോൾ നമുക്ക് കാണാം എന്താന്ന്. ഇത് ഒരെണ്ണം ചെന്നൈയിൽ നിന്നാണ് വന്നത്, ഒരെണ്ണം ഇവിടെ മുംബൈയിൽ നിന്ന് തന്നെയാണ്. ഇവൻ ചെന്നൈയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ തുറന്ന് നോക്കാം. ഇതാണ് ഒരു സാധനം. നമുക്കിവനെ താഴേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിലോട്ട് പോവാം. ഇവനൊരു സ്റ്റാർട്ടറും ഇത് മെയിൻ ഡിഷും ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടറിലോട്ട് പോവാം. അടിപൊളി പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ, പറയാതിരിക്കാൻ രക്ഷയില്ല. സൂപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം എത്തിപ്പോയി തിരികട്ടെ. (1:24) പ്യൂറോ സാങ്ക്വേ. ഇതാണ് നമ്മുടെ പുതിയ കളക്ഷനിലുള്ള എന്താ പറയുക ഒരു എഡിഷൻ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. Oh my god. നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. ഇവിടെ ഫെറാറിയുടെ സിമ്പിളുണ്ട്, സൈഡിലുണ്ട്, ഈവൻ 4 ടയറിലും ഉണ്ട് ഫെറാറിയുടെ. ആൻഡ് ബാക്കിലും ഫെറാറിയുടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം. ബാക്കിൽ എന്തോ ഒരു സാധനമുണ്ട്, നമുക്ക് എന്താ നോക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള അത് തന്നെ. ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ടച്ച് ചെയ്യണ്ടല്ലോ. ആക്ച്വലി ഈ കാസൊന്നും ടച്ച് ചെയ്യാൻ പാടില്ലെന്നാണ്. ഗ്ലൗ ഒക്കെ ഉപയോഗിച്ച് വേണം ടച്ച് ചെയ്യാൻ. കാരണം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ വരും, അത് കേടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ വേർപ്പ്, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്കപ്പോൾ അത് നോക്കാം. ആദ്യം ഞാൻ എൻ്റെ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഒന്ന് ഊരിയിട്ട് ബാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്യൂറോ സാങ്ക്വേ ഫെറാറിയുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ് തുറക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. വലിയ യൂസൊന്നുമില്ല, കൈ കൊണ്ട് തുറക്കാം, എന്നാലും ഒരു സ്റ്റൈൽ. ഇവിടെ കുത്തിയിട്ട് ഡോറിനെ ഓപ്പൺ ചെയ്യാം. ഇത് ഡിക്കിയും അതുപോലെ തന്നെ, ഡിക്കി ഈസിയാണ്, വേഗം തന്നെ വന്നു. ഇതാണ് വണ്ടി. നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ബാക്കി ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ വണ്ടികളുടെ കൂടെ. അപ്പോൾ നമുക്ക് കാണാം. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞു. ഇനി മെയിൻ കോഴ്സിലോട്ട് പോവാണ്. നമുക്ക് പിന്നെ തുറക്കാം. ഇപ്പം എൻ്റെ കളക്ഷനിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടി ഇവനാണ്. വില ഞാൻ ഒന്നിനും പറയില്ല, പ്ലീസ് ആരും ചോദിക്കരുത്. പാക്കിംഗ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര സേഫ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണെന്ന്. സാധനം അതുപോലെയാണ് ഉള്ളത്.
ഒരുപാട് റയറായിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് ഇതിൻ്റെ നമുക്ക് തുറന്നിട്ട് ബാക്കി ഞാൻ പറയാം, കാരണം അതിൻ്റെ കോൺസെൻട്രേഷൻ തെറ്റുന്നു. ആയുധം വെച്ചുള്ള കളിയല്ലേ. നല്ല സൂപ്പർ പാക്കിംഗ് ഒക്കെയാണ്, പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കൂടുതൽ ഇതുപോലെ കാറുകളുടെ വീഡിയോ ചെയ്യാനും കാറുകൾ മേടിക്കാനും നിങ്ങളെ കാണിക്കാനും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ തരാനും ഒക്കെ ആയിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചാനൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അതുകൊണ്ട് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം ഞാനും ഈ കളക്ഷനിലൊരു കാർ കളക്ഷനിലൊരു എന്താ പറയുക, ഇപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചെറിയൊരു കുട്ടിയാണ്, എനിക്ക് അത്രയും വലിയ അറിവൊന്നുമില്ല. ആരുടെയോ കമൻ്റ് ഉണ്ടായിരുന്നു ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ്. സത്യമാണ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ സാധനം എന്തോ ഒരു ക്വാളിറ്റി കൺട്രോൾ കാർഡ്. ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. GT Spirit 1:18. ലിമിറ്റഡ് എഡിഷനാണിത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാറ് കാണിച്ചു തരാം, തുറന്നിട്ട് കാണിച്ചു തരാം. എൻ്റെ ഒരു അറിവിൽ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ വിട്ടിയാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം. നല്ല സൂപ്പർ പാക്കിംഗ് ആണ്. 1:18 GT Spirit. ഇതുപോലെ ഒരു അൺബോക്സിങ്ങിന് വേണ്ടി ഞാൻ ഒരുപാട് നാളായിട്ട് കൊതിക്കുകയായിരുന്നു. അമ്മ സൂപ്പർ അൺബോക്സിങ് ആയിരിക്കും ഇത്. തുറക്കാം. ആരും കണ്ട ഞാൻ ഫസ്റ്റ് കാണും, അത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാൻ പോവാണ് നമ്മുടെ ഫോർഡ് മസ്താങ്. ഇതാണ് നമ്മുടെ സാധനം. ആൻഡ് ആകെ വേൾഡിൽ 1,999 പീസസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അതായത് 2000-ന് 1 കുറവ്. നമ്മുടെ കയ്യിലുള്ള പീസ് വന്ന് 1395, 1395 പീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ അത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർഡ് മസ്താങ്. ഒരാഴ്ചയുടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്, തെർമോക്കോളുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇതിൽ വേറെ ഒന്നും തന്നെയില്ല. ഇവിടെ വയ്ക്കട്ടെ. ഞാൻ ഇവനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള കളക്ഷനിൽ ഏറ്റവും കൂടിയവൻ. ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു മൈ ഗോഡ്, എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇതുപോലെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അതായത് ഒരു 250-300 ആ റേഞ്ചിൽ വണ്ടി മേടിക്കുമ്പോൾ ഞാനും മോനും എപ്പോഴും പറയും നമ്മൾ മേടിക്കും, കൂടിയത് മേടിക്കും. ഇപ്പം എൻ്റെ കളക്ഷനിൽ ഏറ്റവും വില കൂടിയ കാർ ഇവനാണ്.
ഇവൻ്റെ പാക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയാന്ന് പറഞ്ഞ്. അപ്പോൾ അടുത്ത ഒരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്യാം. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സാധനമാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു വണ്ടി. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല. എൻ്റെ ചെറുത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാണ് സാധനം, നമ്മുടെ വില്ലി. അപ്പോൾ ഇതോടെ കിടക്കട്ടെ. വില്ലിയാണപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുത്ത താരം. ഇത് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഏകദേശം 1 മാസം അടുത്തായിട്ടുണ്ട്. പുറത്തുനിന്ന് വന്നതാണെന്ന് തോന്നുന്നു, കാരണം ഫുൾ ചൈനീസോ ജാപ്പനീസോ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിനെ എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. വാ, ഇതാണ് സാധനം. ഇതെന്തോ അവരുടെ എല്ലാം ചൈനീസിലോ ജാപ്പനീസിലോ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇതാണ് എൻ്റെ കൂടെയുള്ള ഒരു ബുക്ക്ലെറ്റ്. എനിക്ക് തോന്നുന്നു അവരുടെ ഈ വണ്ടികളൊക്കെ അവരുണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ ഉണ്ട്, ജെറ്റ് ഉണ്ട്, എന്തൊക്കെയുണ്ട്, റോക്കറ്റോ എന്തൊക്കെയുണ്ട്. ഇതാണ് നമ്മുടെ അപ്പോൾ അടുത്ത ആള്. നല്ല വെയിറ്റ് ഉണ്ട് ഏതായാലും. സൂപ്പർ. ഇതും എൻ്റെ 1 മാസത്തെ വെയിറ്റിംഗ് ആണ്. ആമസോണിൽ ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് 1 മാസം വെയിറ്റ് ചെയ്തു നമ്മൾ ഇതിനു വേണ്ടി. ഒരുപാട് അന്വേഷിച്ചായിരുന്നു എനിക്ക് ഇതിൻ്റെ, പക്ഷേ ഈ സൈസ് കിട്ടുന്നില്ലായിരുന്നു. ചെറിയ സൈസാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. മിലിറ്ററിയുടെ ഒരു കളക്ഷനിൽ ചെറിയ ഒരെണ്ണം കിട്ടി. പിന്നെ ഒരു വിൻറ്റേജ് ഒരു വില്ലിയുടെ ചെറിയ ഫോം, ഒരു 42 സൈസോ 43 1:43 എന്തോ സംതിങ് ആ സൈസിലാണ് കിട്ടിയത്. ചെറിയ സാധനം, നമ്മുടെ മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തന്നെ വലുതാണ് ഇത്. ഇവനും എൻ്റെ ഒരു എന്താ പറയുക ഒരു സ്വപ്നമായിരുന്നു. അതും അങ്ങനെ യാഥാർത്ഥ്യമായി. വില്ലി നല്ല സൂപ്പറാണ് ഫിനിഷിംഗ് ഒക്കെ. പിന്നെ ചൈനീസ് ആവുമ്പോൾ പറയേ വേണ്ടല്ലോ, അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ എന്തൊക്കെയോ ഉണ്ട്, എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സസ്പെൻഷൻ ഇത് സ്റ്റിയറിംഗ് തിരിച്ചാൽ ടയർ തിരിയും. സസ്പെൻഷൻ ഉണ്ട് 4 ടയറിലും. സൂപ്പറായിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ അടുത്ത ആള്, നമ്മുടെ വില്ലി. ടയറൊക്കെ ഇട്ട് കാണാവുന്നുണ്ട്. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു മേക്ക്. സൂപ്പറാണ്. ബോണറ്റ് തുറന്നു കാണാൻ പറ്റും അകത്തൊക്കെ. പിന്നെ അതിൻ്റെ ബാക്കിലൊരു ജെറി ക്യാൻ ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ടയർ ഉണ്ട്, സ്റ്റെപ്പിനി ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഇന്നത്തെ 3 താരങ്ങളാണ് ഇവർ. ഈ 3 പേര് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. പാവല്ലേ. ഇതാണ് നമ്മുടെ ഫോർഡ് മസ്താങ്, നമ്മുടെ ഫെറാറിയുടെ പുറോസെങ്കോ, ദെൻ നമ്മുടെ വില്ലി. അപ്പോൾ ശരി, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഒരുപാട് വണ്ടികൾ മേടിക്കാനും വണ്ടികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്